ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ നേഹ. ഇന്ന് ഞാൻ സംസാരിക്കാൻ വന്നിട്ടുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണിത്. നിങ്ങൾ മറ്റുള്ളവരെ പോലെ പെരുമാറാൻ ശ്രമിക്കാറുണ്ടോ? ഇന്ന് ഏറ്റവും കൂടുതൽ എല്ലാ ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണിത്. ഞാൻ പ്രകാശൻ എന്ന് പറയുന്ന ഒരു മൂവി നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിൽ ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ള ഒരു ഡയലോഗാണ്, ജീവിക്കാൻ വലിയ ചിലവൊന്നുമില്ല, പക്ഷെ നമ്മൾ മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ചിലവ് കൂടുന്നത്. അത് ശരിക്കും സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ശരിക്കും അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരുടെ ഇടയിലും. ഇപ്പോഴത്തെ കാലത്തായാലും ഓരോരുത്തർ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ നമ്മളും അതുപോലെ ചെയ്യണം, അവരെപ്പോലെ നടക്കണം, അവരെപ്പോലെ കാട്ടിക്കൂട്ടണം എന്ന് ചിന്തിക്കണം. നേരം നിങ്ങൾ എന്താണോ, നിങ്ങൾക്ക് ഓരോരുത്തരുടേതായിട്ടുള്ള കഴിവുകളും യുണീക്കുമാണ്. ഓരോരുത്തരും വ്യത്യാസമാണ്. ഓരോരുത്തർക്കും പല പല കഴിവുകളാണ്. ചിലർക്ക് പഠിക്കാൻ കഴിവായിരിക്കും, ചിലർക്ക് വേറെ വല്ലതിലും കഴിവായിരിക്കും. എല്ലാവർക്കും എല്ലാവരുടെയുള്ള കഴിവുകളുണ്ട്. നമുക്കൊരിക്കലും ഒരാളുടെ പകരാവാൻ പറ്റില്ല. ഈ ഭൂമിയിൽ നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് വലിയ വാല്യൂ ഒന്നും ഉണ്ടാവില്ല വിചാരിക്കും. പക്ഷെ നിങ്ങളെപ്പോലെ ആവാൻ ഈ ലോകത്ത് വേറെ ആർക്കും കഴിയില്ല. നിങ്ങളുടെ ഒരു സ്ഥാനത, നിങ്ങളെപ്പോലെ പെരുമാറാനും നിങ്ങളെപ്പോലെ സംസാരിക്കാനും നിങ്ങളെപ്പോലെ ചെയ്യാനും വേറെ ആർക്കും ഈ ലോകത്ത് കഴിയില്ല. കാരണം നിങ്ങൾ ഡിഫറെൻ്റ് ആണ്. നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ. സോ മറ്റുള്ളവർ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യുക, മറ്റുള്ളവർ എന്താണോ ചെയ്യുന്നത് അത് മാത്രം ഫോളോ ചെയ്യുക. അങ്ങനെയല്ലാതെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയാണ് മനസ്സിലാക്കി നിങ്ങൾ ചെയ്യുക. പിന്നെ കഴിവില്ല എന്ന് പറയുന്നത് വലിയൊരു കള്ളാണ്. എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, എനിക്ക് കഴിവില്ലേ, എനിക്ക് കഴിവില്ല, അവർക്ക് ആ കഴിവുണ്ട്, അവർക്ക് ഈ കഴിവുണ്ടെന്നൊക്കെ പറയും. പക്ഷെ നിങ്ങൾ പറയും എനിക്കൊരു കഴിവില്ല പറയും. അത് ശരിക്കും പറഞ്ഞൊരു ഏറ്റവും വലിയൊരു കള്ളാണ് പറയുന്നത്. കാരണം കഴിവില്ലാത്ത മനുഷ്യരില്ല. എല്ലാവർക്കും ഓരോരോ കഴിവുകളുണ്ട്. ചിലരത് മനസ്സിലാക്കി അത് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മാത്രമാണ്. ഇപ്പം നിങ്ങൾ ഓരോ കാര്യങ്ങൾ എടുത്ത് നോക്കൂ. ജന്മനാ ജനിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതല്ല. അപ്പോൾ ഭയങ്കര നന്നായി ചെയ്യുന്ന ആളുകൾ, ഓരോ കാര്യങ്ങളിലൊക്കെ നന്നായി ഇറങ്ങുന്നവർക്ക് അവർക്ക് ജന്മനാ ജനിക്കുമ്പോൾ തന്നെ അവർക്കത് കിട്ടുന്നതല്ല. അവർ ജീവിക്കുമ്പോൾ അത് അവർ വളർത്തിയെടുക്കുന്ന കാര്യങ്ങളാണ്. അവരുടെ ഓരോ കാര്യങ്ങളും, അവരുടെ വിദ്യാഭ്യാസമായാലും അവരുടെ എല്ലാ കാര്യങ്ങളും അങ്ങനെ വളർത്തിയെടുക്കുന്നതാണ്. ഇപ്പോൾ കേക്ക് ഉണ്ടാക്കി വിൽക്കുന്നവരുണ്ട്, മൈലാഞ്ചി പോയിട്ട് കൊടുക്കുന്നവരുണ്ട്, ബ്രൈഡൽ മേക്കപ്പേഴ്സ് ഉണ്ട്, അതുപോലെ പല രീതിയിൽ ഇതൊക്കെ ഹാമ്പേഴ്സൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. അങ്ങനെ പല പല രീതിയിൽ വളരുന്നവരുണ്ട്. അവരൊന്നത് ജന്മനാ ജനിച്ചു വരുമ്പോൾ ഇതൊക്കെ പഠിച്ചു വരുന്നതല്ല, അവരിവിടെ വന്ന ശേഷം പഠിക്കുന്നതാണ്. അവരൊക്കെ ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇവർക്കൊക്കെ എന്തൊക്കെ കഴിവുകളാണ്, എനിക്ക് ഒരു കഴിവില്ല വിചാരിക്കും. അവരിതൊക്കെ പഠിച്ചെടുത്താണ്. നമ്മളും വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെക്കൊണ്ട് നമുക്ക് പറ്റുന്നതൊക്കെ പഠിച്ചെടുക്കാൻ പറ്റും. ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെന്താ ചെയ്യുന്നത് അതുപോലെ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഇൻസ്റ്റാഗ്രാമിൽ തന്നെ എന്തെങ്കിലും ഒരാളിട്ടാൽ, ഒരു റീലിട്ടാൽ അതിൻ്റെ പിന്നാലെ അതേപോലെ ചെയ്തിട്ട് കുറേ ആളുകൾ വരും. എല്ലാ കയ്യിലുണ്ടല്ലോ, എല്ലായിടത്തും ഇൻസ്റ്റാഗ്രാം ഉണ്ട്, എല്ലാവരുടെ കയ്യിലും ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഉപയോഗിക്കുന്നതാണ്. അപ്പം ഞാനും ഇൻസ്റ്റ എടുക്കുന്നു, അത്ര തന്നെ. അതാണ് എല്ലാവരും പറയുന്നത്. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ഇൻസ്റ്റയൊക്കെ ഇല്ല എന്ന് പറഞ്ഞാൽ തന്നെ എന്തോ ഒരു മോശം കാര്യം പോലെയാണ് എല്ലാവരും പെരുമാറുന്നത്. അതിൻ്റെ ആവശ്യം എന്താണ്? നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെടുക്കുക. മറ്റുള്ളവർ ചെയ്യുന്നതനുസരിച്ച് മറ്റുള്ളവർ എല്ലായിടത്തും ഉണ്ടെന്ന് കരുതി ഞാൻ എടുക്കണമെന്നുണ്ടോ? ഇല്ല, ഞാൻ ഡിഫറെൻ്റ് ആണ്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കും. അതുപോലെ തന്നെയാണ് ഞാൻ കുറേ പേഴ്സണാലിറ്റിയിൽ കണ്ടിട്ടുണ്ട്. കുറേ മറ്റുള്ളവരെ പോലെ പേഴ്സണാലിറ്റിയൊക്കെ നോക്കുന്നവരെ കണ്ടിട്ടുണ്ട്, മറ്റുള്ളവരെ പോലെ അനുഗമിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. സോ അതൊന്നും വേണ്ട. നിങ്ങൾ നിങ്ങളായിരിക്കുക. കാരണം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഓരോരുത്തർക്കും ഓരോരുത്തരായിട്ടുള്ള ഭംഗിയും കഴിവുകളുണ്ട്. അപ്പം നമ്മൾ ചില കാര്യങ്ങളൊന്നും മറ്റുള്ളവർക്ക് ഒരിക്കലും കിട്ടില്ല. മറ്റുള്ളവർ പുറത്തുനിന്ന് നോക്കുമ്പോൾ വിചാരിക്കുമോ ഇവർക്കിതുണ്ടല്ലേ, കാരണം നമുക്കതറിയില്ല. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് നമ്മുടെ ഗുണങ്ങൾ അറിയുള്ളൂ. സോ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളെ മാറ്റാതിരിക്കുക. എന്നെ കരുതിയിട്ട് നിങ്ങളെ ചീത്ത കാര്യങ്ങൾ മാറ്റാതിരിക്കുക എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ നന്നായിട്ട് തന്നെ നിങ്ങളെ കൊണ്ടുപോകുക, പക്ഷെ നിങ്ങളെ നല്ല കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റാതിരിക്കുക. നേരെ മറിച്ച് നിങ്ങൾക്ക് വല്ല ചീത്ത സ്വഭാവമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റുക. അല്ലാതെ വല്ല ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഞാനിങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നടക്കാമെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ പേഴ്സണാലിറ്റി നിങ്ങൾ നന്നായി തന്നെ കൊണ്ടുപോകുക. ഇപ്പോൾ ഒരു റിലേഷനായാലും എന്തെങ്കിലുമൊക്കെ ഒരു ഇതായാലും നിങ്ങളായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് മാറിക്കുക. വേണ്ട, നിങ്ങൾക്കത് വേണ്ടാന്ന് വിചാരിച്ച് നിങ്ങളതൊന്ന് മാറി നിൽക്കുക. കാരണം നിങ്ങൾ ഇങ്ങനെയാണ്. നമ്മളായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ആളുകളാണ് നമുക്ക് നമ്മുടെ ലൈഫിൽ വേണ്ടത്. അല്ലാതെ അവർക്ക് വേണ്ടി നമ്മളെ തന്നെ മാറ്റുകയല്ല വേണ്ടത്. അവർക്ക് വേണ്ടി നമ്മുടെ തന്നെ ഇല്ലാതാക്കി, നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഇല്ലാതാക്കി നമ്മുടെ ക്യാരക്ടറിനെ മാറ്റുകയല്ല വേണ്ടത്. ആ വ്യക്തിക്ക് നമ്മളെ ക്യാരക്ടർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് വിടുക. ആ വ്യക്തി വേറെ ആളെ നോക്കട്ടെ. നമുക്കത് വേണ്ട. അവിടുന്ന് മാറി നിൽക്കുക. നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തെടുക്കാം. നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ നമ്മളെ മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷേ മറ്റുള്ളവരെ പോലെ കാട്ടിക്കൂട്ടാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്തൊക്കെ നമ്മളിപ്പോൾ കൂടെ നിൽക്കുന്ന നമ്മുടെ സർക്കിളിൽ നിൽക്കുന്നവരൊക്കെ ഒരു കാര്യം എല്ലാവരും ഒന്ന് ചെയ്യാമെന്ന് വിചാരിക്കുക.
നമ്മളത് ചെയ്യണമെന്ന് ഇമ്പോർട്ടൻ്റ് ഇല്ല. നമുക്ക് വേണോ വേണ്ടെന്ന് നമ്മളൊന്ന് ചിന്തിക്കുക. എനിക്കത് ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ അത് ഒഴിവാക്കുക. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ എവിടെയൊക്കെ പോയാലും, നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നാലുപുറമുള്ളവരൊക്കെ ചിലപ്പോൾ ചീത്ത ആളുകളോ നല്ല ആളുകളോ ഒക്കെ ഉണ്ടാവും. അവരൊക്കെ ഒരുമിച്ചിട്ടൊരു കാര്യം പോലെ ലഹരി പോലത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിലും എല്ലാവരും ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മളങ്ങനെ ചെയ്യാനില്ല. നമുക്ക് വേണോ വേണ്ടേന്ന് നമ്മൾ ചിന്തിച്ച് മാത്രം നല്ലത് മാത്രം നമ്മളിലേക്ക് എടുക്കുക, അല്ലാത്തൊക്കെ നമ്മൾ ഒഴിവാക്കുക. ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞാൽ ഒരു വലിയ കോമഡിയാണ്. ഇപ്പോഴത്തെ കാലത്ത് റിലേഷൻ ഇല്ലാത്ത ആളുകളുണ്ടല്ലോ, കമ്മിറ്റഡ് അല്ലാത്ത, പ്രത്യേകിച്ച് പഠിക്കുന്ന ടൈമിലൊക്കെ ഈ കമ്മിറ്റഡ് അല്ലെങ്കിൽ കമ്മിറ്റഡ് അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കും, കമ്മിറ്റഡ് അല്ലേ, എന്താ കമ്മിറ്റഡ് ആവാത്തത് ചോദിക്കും. അതെന്നെ എന്തോ വലിയ കുറ്റം ചെയ്ത പോലെയാണ്. ശരിക്കും നമുക്ക് വേണ്ടെങ്കിൽ നമുക്കത് വേണ്ട. അതുപോലെ തന്നെ എല്ലാവരും ചെയ്യുന്ന കരുതി നമ്മളങ്ങനെ ചെയ്യണമെന്നില്ലല്ലോ, നമ്മൾ കമ്മിറ്റഡ് ആവണമെന്നില്ലല്ലോ. നമുക്ക് വേണമെന്ന് തോന്നുമ്പോൾ നമ്മൾ ചെയ്യും.